ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്ന് നല്ല ഭംഗിയോട് കൂടിയുള്ള ഡിസൈൻ വെച്ച ഒരു ബേബി സൽവാറാണ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന ക്ലോത്ത് 1.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 4 ഇയർ തൊട്ട് 5 ഇയർ വരെ ഓൾഡുള്ള ബേബിക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാണിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പാൻറ്റിനും ടോപ്പിനുമായിട്ടാണ് നമ്മൾ 1.5 മീറ്റർ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. പാൻറ്റ് നമ്മൾ സരാറ മോഡലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടാവേ. നമ്മൾ ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്തും വിഡ്ത്തും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നമുക്കൊരു 1.25 മീറ്ററേ നമ്മുടെ കയ്യിലുള്ളൂ. 1.5 മീറ്ററോളം എടുത്തോണേ. ഇത് നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ 1.25 നമ്മൾ കൊണ്ട് തയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1.5 മീറ്ററോളം എടുത്തോണേ. നമ്മളിപ്പം ടോപ്പിനായിട്ടുള്ള പാർട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ലെങ്തും വിഡ്ത്തും നോക്കാവേ. നമ്മൾ ലെങ്ത് 20 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, വിഡ്ത്ത് നമ്മൾ 18 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ 2 പീസസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വയ്ക്കുന്നു. എന്നിട്ട് 5 ഇഞ്ച് നമ്മൾ ഷോൾഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ 5 ഇഞ്ച് തന്നെ ആം ഹോളിനും കൊടുക്കുന്നത്. ഒരു 4 വയസ്സ് തൊട്ട് 5 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഈ 5 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളേ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരളവിൻ്റെ കാര്യമില്ല. പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ നമുക്കൊരു 5.5 ആയിരിക്കും വേണ്ടത്. അത് നമ്മൾ ഒരു 6 കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 10 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തു. അവിടെ നമ്മളൊരു 5.5 ഇഞ്ച് കൊടുക്കുന്നു, 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ നിന്നൊരു ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 13 ഇഞ്ച് ഹിപ്പിൻ്റെ പോയിൻറ്റ് കൊടുക്കുന്നു. അവിടെ നമ്മളൊരു 6 ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ. ഇനി 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്ട്രെയിറ്റ് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ചെരിച്ച് വേണമെങ്കിലും ചെയ്യാം, അതിലും ഭംഗി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നമ്മൾ 2 ഇഞ്ചാണ് നെക്കിന് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് നെക്കിന് നമ്മൾ ഒരു 3 ഇഞ്ചോളമേ കൊടുക്കുന്നുള്ളേ. 3.5 ഇഞ്ചോളം കൊടുക്കാം. 3.5 ഇഞ്ചോ കൊടുക്കാവേ. നമ്മളിപ്പോൾ 3.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് നെക്കിന് നമ്മളൊരു 1.5 ഇഞ്ച് കൊടുത്താൽ മതിയേ. ആ 1.5 ഇഞ്ച് ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ റൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഭാഗങ്ങളെ നമ്മളുടെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ബാക്ക് നെക്ക്, ഫ്രണ്ട് നെക്ക് മാറ്റിയതിന് ശേഷം ബാക്ക് നെക്കും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത്, കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ ഒരല്പം ലൂസ് ഇട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കറക്റ്റ് ടൈറ്റിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇതുപോലെ ഈ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെയെല്ലാം നമ്മൾ സ്മോൾ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് വരുമേ. ഇനി നമ്മളിതിനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഡിസൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഡിസൈൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്യുന്നതും ഇങ്ങനെ എടുക്കുന്നതും എങ്ങനെയാണ് ഈ ഭാഗത്ത് ഇതുപോലൊരു അളവ് വരുന്നതെന്നും ഒക്കെയുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇതിനായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതിയേ. അപ്പോൾ ഈ ഡിസൈൻ നമ്മളിവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തതിന് ശേഷം കറക്റ്റ് ഇതിനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്റർ നമ്മൾ ഈ ഭാഗത്ത് സീം അലവൻസ് ഇട്ട് ഇതുപോലെ നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഭാഗത്തെ ഇങ്ങനെ തിരിച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല നീറ്റായിട്ട് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ക്രോസ് കട്ട് എടുത്തതിന് ശേഷം, ക്രോസ് കട്ടാണ് വേണ്ടത്, ഇങ്ങനെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് കട്ട് എടുത്ത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അകത്തെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ടു. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പൈപ്പിംഗ് അവിടെ കിട്ടുവേ. ആ രീതിയിലാണ് നമ്മളിപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇതിൻ്റെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ട് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നുള്ളത് വരെ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷനെ നെക്കിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഷേപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ എടുക്കുന്നതെന്ന് ഉള്ളതെല്ലാം
നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഹാർട്ട് ഷേപ്പ് കൊടുത്തതിന് ശേഷം ആ ഷേപ്പിന് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു പോയിൻറ്റുകളും പറഞ്ഞാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ എടുക്കുക. സീം അലവൻസ് നിർത്തിക്കോണേ. അതിനുശേഷം ആ ഭാഗങ്ങളെല്ലാം നമ്മൾ സ്മോൾ കട്ട് കൊടുക്കുകയാണ്. ത്രെഡിൽ കട്ട് വീഴരുത്. അതിനുശേഷം ഈ ഭാഗത്തെ നമ്മളിങ്ങനെ കൈകൊണ്ട് തിരിച്ച് നല്ല നീറ്റാക്കി കൊടുത്ത് അയൺ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പ് ഇവിടെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കുനിപ്പിങ്ങനെ വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ നമ്മളുടെ സാരി ബ്ലൗസിന് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ഹുക്ക് വെച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും എല്ലാം ഈ ഒരു ഷേപ്പ് പോകാതെ എടുക്കുന്നതെല്ലാം നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളൊരു ക്രോസ് കട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മളുടെ ഈ ഭാഗത്ത് എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടുത്ത വശവും നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കി എവിടെയാണ് പോയിൻ്റ് വരുന്നതെന്നുള്ളത് നോക്കി അവിടെ മാർക്ക് ചെയ്യുക. അവിടേക്ക് നമ്മൾ അടുത്ത ഇതുപോലെ ക്രോസ് കട്ട് വെച്ച് കൊടുക്കാവുള്ളൂ. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് വേണം സ്റ്റിച്ച് തുടങ്ങാൻ. എങ്കിൽ മാത്രമേ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ ഇങ്ങനെ കയറ്റയിറക്കം ഇല്ലാതെ കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുത്തു. നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങൾ ചെയ്തെടുത്തു. അതിന് ശേഷം സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് തിരിച്ചെടുക്കുമ്പം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ 2 പോയിൻറ്റ് ഒരുപോലെ വരണേ. സ്റ്റിച്ചിങ് പോയിൻറ്റും എല്ലാം ഒരുപോലെ വരണം. ഇങ്ങനെ നമ്മൾ നോക്കണം. ഓരോ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് നോക്കി നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുമേ. എന്നിട്ട് ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് നമുക്ക് കൈത്തയ്യൽ വേണമെങ്കിലും കൊടുക്കാം, മെഷീനിലും ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഇവിടെ ഈ ഭാഗം കൈത്തയ്യലാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടെ ഇതുപോലെ ഷോൾഡറുകൾ തമ്മിൽ വെച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഷോൾഡറുകളിൽ നമ്മൾ ക്രോസ് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡും വെച്ച് കൊടുക്കുകയാണ്. അതായത് സ്ലീവ്ലെസ് ആയിട്ടാണ് നമ്മൾ ഇപ്പം ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോസ് കട്ട് ഇതുപോലെ നമ്മളെടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ക്രോസ് കട്ട് അറ്റാച്ച് ചെയ്യുമ്പോഴും ഇതിൻ്റെ കോർണറുകൾ ആ വളഞ്ഞിരിക്കുന്നിടം എല്ലാം സ്മോൾ കട്ട് ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചതിന് ശേഷം ഈ ക്രോസ് കട്ട് വെച്ച് കൊടുത്തേക്കുന്നതിൻ്റെ മുകളിൽ വഴി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ ക്രോസ് കട്ട് ഫുള്ളായിട്ട് അകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി 1/4 ഇഞ്ച് ഇട്ട് അതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം ലഭിക്കുക. ഈ രീതിയിൽ ചെയ്തെടുത്താലേ നല്ല ഭംഗിക്ക് നമുക്ക് ഷോൾഡർ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് ഈ ഭാഗങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെയെല്ലാം നമ്മൾ ഹുക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ ഈ ആം ഹോൾ തൊട്ട് നമ്മൾ ഈ ഹിപ്പിൻ്റെ ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് 2 വശവും എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരല്പം വിട്ട് കൂട്ടിയാണ്. കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിന് ഒരല്പം വിട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി കൂടുതലുള്ളത്. ആ രീതിയിൽ ഇതുപോലെ നമ്മൾ ഈ സൈഡ് സ്ലിറ്റ് ഇട്ട് ഇതുപോലെ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റായിട്ട് സ്ലിറ്റ് ഇടുന്ന പല വീഡിയോസും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്. അതും ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഇതുപോലെ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അടുത്ത വശത്തിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബോട്ടം ഭാഗം വരുമ്പോൾ
അത് നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ ഒരേ വിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഹുക്കും ഹോളും വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.